സതീദേവി തന്റെ പിതാവായ ദക്ഷൻ നടത്തിയ യാഗത്തിൽ വെച്ച് അപമാനം മൂലം അഗ്നിപ്രവേശം ചെയ്തു. ഇതറിഞ്ഞ ശിവന്റെ കോപത്തിൽ നിന്നാണ് വീരഭദ്രൻ ജനിക്കുന്നത്. വീരഭദ്രൻ ദക്ഷനെ വധിക്കുകയും യാഗശാല തകർക്കുകയും ചെയ്തു എന്നത് പുരാണം. തൃശൂർ ജില്ലയിലെ പെരുവണ്ണാൻ സമുദായക്കാരും വേലൻ സമുദായക്കാരും പാടിവരുന്ന ഈ കളപ്പാട്ട് അതിന്റെ തനതുവാദ്യങ്ങളായ ഈഴാറ, വലന്തര, ഇലത്താളം എന്നിവ ഉപയോഗിച്ചുകൊണ്ടും പെരിങ്ങോട്ടുകര ഭാഗങ്ങളിൽ തുണി ഉപയോഗിച്ചുകൊണ്ടും പാടിവരുന്നു. മത്സരവേദികളിൽ ഞങ്ങൾ ആദ്യമായി പാടട്ടെ, അനുഗ്രഹിച്ചാലും. വീരഭദ്രൻ കളമ്പാട്ട്. ഹരി ഹരിയോ ഓ ഹരി ഹരിയോ ഓ ഹരിയേ ശ്രീയേ ഗണപതി നമ നമ എന്ന് ഹരിയെന്നെടുത്തൊരാദി നല്ലക്ഷരം വാഴുക, ശ്രീ എന്ന നല്ലെങ്കി മാതാവും വാഴുക. ഗുരുവേ ഗുരുവ്യാധി 3721 ഗുരുക്കന്മാരും വാഴുക. വച്ചോരു മണിവിളക്ക് വിരിച്ചോരു പട്ടുപൂവാടയിൽ വല്ലി എന്ന ധനമുടു തറവാട്ടിലെ അഘോര വീരഭദ്രസ്വാമി എഴുന്നള്ളി വരുവാനും മണ്ഡപം കൊള്ളുവാനും കാലമാകുന്നു. ഒരാണ്ട് മൂലഭാരം വരെ വരിക വരിക വരികയോ വായന്നെ വരികാർ ദൈവേ എഴുന്നള്ളിപ്പിന കൊണ്ടാടോ വീരഭദ്ര മകനെ. വരിക വരിക വരികയോ വായന്നെ വരികാർ ദൈവേ എഴുന്നള്ളിപ്പിന കൊണ്ടാടോ വീരഭദ്ര മകനെ. ശ്രീ കൈലാസം വാഴുക, ശ്രീ കൈലാസൻ ശ്രീ പരമേശ്വരൻ വാഴുക. ശ്രീ പരമേശ്വരി നല്ലെങ്കി മാതാവും വാഴുകന്റെ പരദേവത. ശ്രീ കൈലാസം വാഴുക, ശ്രീ കൈലാസൻ ശ്രീ പരമേശ്വരൻ വാഴുക. നല്ലെങ്കി മാതാവും വാഴുകന്റെ പരദേവത. അച്ഛൻ ശ്രീ മഹാദേവൻ കാലരം കാൽ നാഴിക വിളി പകരുന്നൊരു നേരത്ത് അച്ഛന്റെ തിരുമുമ്പാകെ പുള്ളി കുത്തിയ പോലെ ചാടി വീണല്ലോ മകനെ. അച്ഛൻ ശ്രീ മഹാദേവൻ കാലരം കാൽ നാഴിക വിളി പകരുന്നൊരു നേരത്ത് അച്ഛന്റെ തിരുമുമ്പാകെ പുള്ളി കുത്തിയ പോലെ ചാടി വീണല്ലോ മകനെ. അച്ഛനെ തന്നെ നല്ല അറുക്കുവാൻ മുടിക്കുവാൻ അടുത്തു ചെല്ലുമ്പോഴാണോ എന്നെ അറുക്കല്ലേടാ മുടിക്കല്ലേടാ എന്റെ വീരഭദ്ര മകനെ. അറുക്കുവാൻ മുടിക്കുവാൻ അടുത്തു ചെല്ലുമ്പോഴാണോ എന്നെ അറുക്കല്ലേടാ മുടിക്കല്ലേടാ എന്റെ വീരഭദ്ര മകനെ. ദക്ഷൻ കോട്ടയോടാണോ ഞാനൊന്ന് പട പോകണോ അങ്ങിനതാ പറയുന്നല്ലോ അച്ഛൻ പരമേശ്വരൻ. ദക്ഷൻ കോട്ടയോടാണോ നീയൊന്ന് പട പോകണോ അങ്ങിനതാ പറയുന്നല്ലോ അച്ഛൻ പരമേശ്വരൻ. ദക്ഷൻ കോട്ടയോട് വഴി ചെന്നു കണ്ടു മാവീരഭദ്രനോ. നാലല്ലോ നല്ല മനഗോപൂരങ്ങള് കണ്ടറിഞ്ഞു ഭദ്രനോ. ദക്ഷൻ കോട്ടയോട് വഴി ചെന്നു കണ്ടു മാവീരഭദ്രനോ. നാലല്ലോ നല്ല മനഗോപൂരങ്ങള് കണ്ടറിഞ്ഞു ഭദ്രനോ. പടയുടെ ഇടയില് ചാടി വീണല്ലോ മാവീരഭദ്രനോ. കൊടികുത്തി കുളം കുത്തി ഓജ
വരിഞ്ഞെടുത്തു ഭദ്രനോ. മൂത്ത കോവിലെ ദക്ഷനെയാണ് മുടികൂട്ടി പിടിച്ചു. ദക്ഷിണ തൃത്തല കുറുത്തവാൾ കൊണ്ട് അരിഞ്ഞെടുത്തു ഭദ്രനോ. ദക്ഷിണ തൃത്തല പച്ചപ്പട്ടിയിലായി പൊതിഞ്ഞെടുത്തു ഭദ്രനോ. അമ്മ പാർവതിയുടെ വലം കൈ പിടിക്കുവാൻ ചെല്ലുമ്പോ പറയുന്നു. ദക്ഷിണ തൃത്തല പച്ചപ്പട്ടിയിലായി പൊതിഞ്ഞെടുത്തു ഭദ്രനോ. അമ്മ പാർവതിയുടെ വലം കൈ പിടിക്കുവാൻ ചെല്ലുമ്പോൾ പറയുന്നു. ആടിന്റെ തല വെച്ച് ദക്ഷിണ തോറ്റുന്നു മാവീരഭദ്രനോ. അമ്മ പാർവതിയുടെ കൈ പിടിച്ചാണ് വഴി പോരുന്നുണ്ടല്ലോ. ആടിന്റെ തല വെച്ച് ദക്ഷിണ തോറ്റുന്നു മാവീരഭദ്രനോ. അമ്മ പാർവതിയുടെ കൈ പിടിച്ചാണ് വഴി പോരുന്നുണ്ടല്ലോ. അച്ഛന്റെ നല്ല ദുഃഖക്ലേശങ്ങള് ഞാൻ തീർത്ത് തന്നില്ലേ. എന്റെ നല്ലൊരു ദാഹകോപങ്ങള് അച്ഛൻ തീർക്കവേണോ. ദുഃഖക്ലേശങ്ങള് ഞാൻ തീർത്ത് തന്നില്ലേ. എന്റെ നല്ലൊരു ദാഹകോപങ്ങള് അച്ഛൻ തീർക്കവേണോ. അച്ഛൻ തന്നൂടെ അണിവിരലതു അഴകോടെ അറുത്തു. മകൻ തന്നൂടെ അണിചുണ്ടത്തോടെ കൊടുത്തു കാണുന്നല്ലോ.